വെൽക്കം ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓഫീസ് അറ്റൻഡർ, ലാബ് അസിസ്റ്റൻറ്റ്, LD ക്ലർക്ക്, ക്ലേ വർക്കർ ഇങ്ങനെ കുറേ പോസ്റ്റുകളിലേക്ക് വേണ്ടി നടത്തിയ ഒരു എക്സാം ആയിരുന്നു. എക്സാം നടന്ന ഡേറ്റ് നവംബർ 18, 2023. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 228/2023. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. നമുക്ക് ഇതിലെ 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 10 മലയാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹരി ഈസ് വെരി ഗുഡ് ഡാഷ് മിമിക്രി. അപ്പോൾ ഇവിടെ പ്രിപ്പോസിഷൻ്റെ ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ഇതാണ്: ഇൻ, ഓഫ്, അറ്റ്, വിത്ത്. ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിമിക്രി ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഹരി ഈസ് വെരി ഗുഡ് അറ്റ് മിമിക്രി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷീ ഡാഷ് ഫോർ 2 hours. ഇവിടെ നമുക്ക് വേർബ് സിംഗ് എന്നുള്ളത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് വരുന്നത് ഇതാണ്: വെയർ സിംഗിങ്, സിങ്സ്, വുഡ് സിംഗ്, ഹാസ് ബീൻ സിംഗിങ്. ഹാസ് ബീൻ സിംഗിങ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. കാരണം ഒരു ടൈം ഡ്യൂറേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 2 hours എന്ന് പറയുന്ന ഒരു ടൈം ഡ്യൂറേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറായിട്ട് പാടിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഷീ ഹാസ് ബീൻ സിംഗിങ് ഫോർ 2 hours ആണ് റൈറ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓപ്ഷൻസ്: ഡു ഹി, ഡസ് ഹി, വിൽ ഹി, വാസ് ഹി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇവിടെ ഹാർഡ്ലി എന്ന് പറയുന്ന ഒരു ടേം വന്നിട്ടുണ്ട്. ഹാർഡ്ലി, റയർലി, സ്കേഴ്സ്ലി, സെൽഡം ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ ആ വേർഡ്സിനെ നമ്മൾ നെഗറ്റീവായിട്ടാണ് കണക്കാക്കുക. സോ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ആ വേർഡ്സ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ റിമെമ്പേഴ്സ് ആണ് നമ്മുടെ വേർബ് വരുന്നത്. എസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഡസ് ആണ് വരിക. അപ്പോൾ ഡസ് ഹി, ഓപ്ഷൻ ബി ഡസ് ഹി ആണ് കറക്റ്റ് ആൻസർ. ഹി ഹാർഡ്ലി റിമെമ്പേഴ്സ് എനിത്തിങ്, ഡസ് ഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. ഹി ഈസ് പെയിൻറ്റിംഗ് ദ ഹൗസ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഹി ഈസ് പെയിൻറ്റിംഗ് ദ ഹൗസ്. ഓപ്ഷൻസ്: ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ഹിം, ദ ഹൗസ് വാസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ഹിം, ദ ഹൗസ് വെയർ ബീയിങ് പെയിൻറ്റഡ് ബൈ ഹിം, ദ ഹൗസ് ആർ ബീയിങ് പെയിൻറ്റഡ് ബൈ ഹിം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം തന്നെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് ആവും, ഓബ്ജക്റ്റ് സബ്ജക്റ്റ് ആവും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഹി ഈസ് പെയിൻറ്റിംഗ് ദ ഹൗസ്. അപ്പോൾ എന്തായാലും ദ ഹൗസ് ആണ് ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്. ദ ഹൗസ്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ഒരിക്കലും നമ്മൾ ടെൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഈസ് എന്നാണ് ക്വസ്റ്റ്യനിൽ, അപ്പോൾ ഈസ് തന്നെയായിരിക്കും നമുക്ക് ആൻസറിലും വരിക. പക്ഷേ ഇവിടെ പെയിൻറ്റിംഗ് എന്ന് വന്നതുകൊണ്ട് നമുക്ക് ബീയിങ് എന്ന് പറയുന്ന ടേം ചേർക്കണം. സോ ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റ് അല്ലെങ്കിൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്ന വേർബ് അവിടെ V3 ആണ് പിന്നെ വരിക, പെയിൻറ്റഡ് എന്നാവും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ദ ഹൗസ് ഈസ് ബീയിങ് പെയിൻറ്റഡ് ബൈ ഹിം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു മേക്ക് കണ്ടീഷണൽ സെൻറ്റൻസ്. ഇവിടെ ഇഫ് ക്ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഇഫ് ഐ വെയർ എ മില്ലനിയർ, ഐ ഡാഷ് ജനറസ്ലി ടു ഗുഡ് കോസസ്. ഓപ്ഷൻസ്: വുഡ് ഗീവ്, വുഡ് ഹാവ് ഗിവൺ, ഹാഡ് ഗിവൺ, വിൽ ഗീവ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വുഡ് ഗീവ്. ഇഫ് ഐ വെയർ എ മില്ലനിയർ, ഐ വുഡ് ഗീവ് ജനറസ്ലി ടു ഗുഡ് കോസസ്. ഐ കഴിഞ്ഞിട്ട് ഇഫ് കഴിഞ്ഞിട്ട് ഒരു V2 ആണ് വന്നിട്ടുള്ളതെങ്കിൽ ഇഫ് ഐ വെയർ എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഐ വുഡ് ഗീവ് ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് ആറാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആന്റണിം ഓഫ് ദ വേർഡ് ഗിവൻ വേർഡ് ഡിഫീറ്റ്. ഡിഫീറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് ഇതാണ്: കംപ്ലീറ്റ്, സപ്പോർട്ട്, ട്രയംഫ്, അഡാപ്റ്റ്. ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ തോൽവിയാണ്, അപ്പോൾ ജയം എന്നർത്ഥം വരുന്ന ട്രയംഫ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ട്രയംഫ്. സെവൻത് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ് ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. വൈ ഡിഡ് യു ഡാഷ് അവർ മീറ്റിംഗ്. ഇതൊരു ഫ്രേസൽ വെർബ് ആണ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത്: കോൾ ഓൺ, കോൾ ഓഫ്, കോൾ അറ്റ്, കോൾ ഫോർ. വൈ ഡിഡ് യു ഡാഷ് അവർ മീറ്റിംഗ്, നമ്മുടെ മീറ്റിംഗ് എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത് എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരിക. അപ്പോൾ കോൾ ഓഫ് ആണ്, ഓപ്ഷൻ ബി കോൾ ഓഫ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. കോൾ ഓഫിന്റെ മീനിങ് ക്യാൻസൽ സംതിങ് എന്നാണ്. അപ്പോൾ കോൾ ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ, ഒരാളെ വിസിറ്റ് ചെയ്യുന്നതാണ് കോൾ ഓൺ. കോൾ അറ്റ് എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പ്ലേസ്. അറ്റാണല്ലോ നമ്മൾ പ്ലേസിനെ കാണിക്കാൻ യൂസ് ചെയ്യുക. അപ്പോൾ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്. കോൾ ഫോർ എന്ന് പറയുമ്പോൾ ടു ഡിമാൻഡ് സംതിങ്, അതാണ് കോൾ ഫോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സിനോണിം ഓഫ് ദ വേർഡ് സബ്ലൈം. സബ്ലൈം എന്ന് പറയുന്ന വേർഡിന്റെ
സിനോണിം അല്ലെങ്കിൽ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സബ്ലൈം എന്ന് പറയുമ്പോൾ ഉദാത്തമായ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് പ്രിവിലേജ്, എക്സോട്ടേഷൻ, നെയ്വ്, നോബിൾ. അപ്പോൾ സിനോണിം ഓഫ് ദ വേർഡ് സബ്ലൈം നോബിൾ ആണ്. 9th question. The feminine gender of the fox is dash. ഫോക്സിന്റെ ഫെമിനിൻ ജെൻഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് മെയർ, വിക്സൺ, ഡോ, യു. ഓപ്ഷൻ ബി വിക്സൺ ആണ് ഫോക്സിന്റെ ഫെമിനിൻ ജെൻഡർ. ഫോക്സ് വിക്സൺ ആണ്. മസ്കുലിൻ ഫെമിനിൻ ജെൻഡറിന്റെ ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? മിലേനിയം എന്നുള്ള വേർഡിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. MILLENNIUM മില്ലേനിയം. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.